ടു ഹീൽ അവർ ഹോർമോൺസ് ആദ്യം തന്നെ ഫിക്സ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. കാരണം ഇതാണ് നമ്മുടെ പീരീഡ്സ്, തൈറോയിഡ്, വെയിറ്റ് ഇഷ്യൂസ്, മൂഡ് ആൻഡ് എനർജി ഇഷ്യൂസിന് എല്ലാത്തിനും കാരണം. ആൻഡ് ഈ ഇഷ്യൂസ് ഒക്കെ മെറ്റബോളിക് ഇൻഫ്ലമേഷൻ കാരണമാണെന്നും ആൻഡ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇസ് ദ വൺ ഓഫ് ദ മെയിൻ റീസൺസ് എന്നും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ദിസ് വീഡിയോ ഇസ് എ പാർട്ട് ഓഫ് ഹീലിംഗ് റൂട്ടീൻ സീരീസ്. കാരണം നമ്മുടെ ബോഡിയിലെ ഫങ്ഷൻസിൻ്റെ ഒരു ബേസിക് മെക്കാനിസം മനസ്സിലായാലേ ഈ ഒരു ഹീലിംഗ് റൂട്ടീനൊക്കെ എന്തിനാണ് ചെയ്യുന്നത്, അതിനനുസരിച്ചിട്ട് എങ്ങനെ ഒരു ഹീലിംഗ് റൂട്ടീൻ ഡെവലപ്പ് ചെയ്യാമെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് തന്നെ പ്ലീസ് വാച്ച് പ്രീവിയസ് വീഡിയോസ് ഫോർ ദ ഫുൾ ലോജിക് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ ഈ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണം സെൽ ഓപ്പൺ ആവുകൊണ്ട് ഗ്ലൂക്കോസിന് അതിൻ്റെ ഉള്ളിലോട്ട് എൻ്റർ ചെയ്യാത്തതുകൊണ്ട് ബ്ലഡിലുള്ള ഈ ഒരു എക്സ്ട്രാ ഷുഗറിനെ നമ്മുടെ ലിവർ എന്ത് ചെയ്യും, അതിനെ ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യും. അത് ട്രൈഗ്ലിസറൈഡ് നമ്മുടെ ഓർഗൻസിന് ചുറ്റും അത് ഡെപ്പോസിറ്റ് ആവും. അത് ലിവറിൽ മാത്രമല്ല, നമ്മുടെ വയറ്റിന് ചുറ്റും മറ്റുള്ള ഓർഗൻസിൽ, ഈവൻ ഹാർട്ടിൽ, ആർട്ടറീസിൽ വരെ ഇത് ഡെപ്പോസിറ്റ് ആവും. അതുകൊണ്ട് തന്നെ ഇതൊരു വെറും ഒരു ഷുഗർ ഇഷ്യൂ അല്ല, ഇറ്റ്സ് എ ഫുൾ ബോഡി മെറ്റബോളിക് ഡിസോർഡർ. അപ്പോൾ ഈ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസും PCOD ആയിട്ട് എന്താ കണക്ഷൻ? അതായത് ഈ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണം സെല്ലിൻ്റെ ഉള്ളിലോട്ട് ഈ ഇൻസുലിന് ഗ്ലൂക്കോസ് എത്തിക്കാൻ പറ്റുന്നില്ലല്ലോ, സെല്ല് റെസ്പോണ്ട് ചെയ്യുന്നില്ല. അതിനെയാണല്ലോ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലഡിൽ ഗ്ലൂക്കോസ് ഹൈ ആയിട്ടിരിക്കുമ്പോൾ നമ്മുടെ പാൻക്രിയാസ് വിചാരിക്കും കുറച്ചുകൂടി ഇൻസുലിൻ റിലീസ് ചെയ്യാമെന്ന്. പക്ഷേ ഇതിങ്ങനെ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലാണ്ട് ഈ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണം ഈ ഒരു ഗ്ലൂക്കോസ് ലെവൽ താഴോട്ട് പോകുന്നില്ല. അപ്പോൾ ഇത് കീപ്പ് ഓൺ റിലീസിങ് ദ ഇൻസുലിൻ. അപ്പോൾ നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ ഇൻസുലിൻ ഇങ്ങനെ ഹൈ ആയിട്ടിരിക്കും. ആൻഡ് ഇങ്ങനെ ഹൈ ആയിട്ട് ഇൻസുലിൻ ഇരിക്കുന്ന അവസ്ഥയിൽ കൂടുതൽ മെയിൽ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും, അതായത് ആൻഡ്രോജൻസ്. അപ്പോൾ ഈ എഗ്സ് പ്രോപ്പറായിട്ട് ഗ്രോ ചെയ്ത് മെച്ചോർഡ് ആകുമ്പോഴാണല്ലോ ഈ ഒരു ഓവുലേഷൻ നടക്കുന്നത്. ആൻഡ് ഈ ഹൈ മെയിൽ ഹോർമോൺസ് ആണെങ്കിലും നമ്മുടെ എഗ്സിനെ പ്രോപ്പറായിട്ട് ഗ്രോ ചെയ്യാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെ ഓവുലേഷനും നടക്കുന്നില്ല. അപ്പോൾ മെച്ചൂർ ആവാണ്ട് ഓവുലേറ്റ് ആവാതെ ഈ ഒരു ടൈനി എഗ്സ് ഉള്ളിൽ സ്റ്റക്കായിട്ടിരിക്കും. അതാണ് മൾട്ടിപ്പിൾ സ്മോൾ സിസ്റ്റ് ആയിട്ട് നമ്മുടെ സ്കാനിങ്ങിൽ കാണിക്കുന്നത്. അതിനെ PCOD എന്നും പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് നമ്മുടെ തൈറോയ്ഡ് ഹോർമോൺസിനെ എഫക്റ്റ് ചെയ്യുന്നതെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ആൻഡ് ഈ വീഡിയോയിൽ ഫെർട്ടിലിറ്റി ഹോർമോൺസിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു അഥവാ PCODക്ക് എങ്ങനെ കാരണമാകുന്നെന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ നമ്മൾ സ്ത്രീകളിലെ ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്ക് കാരണക്കാരനായ ഈ മെയിൻ വില്ലനെ എങ്ങനെ ഫിക്സ് ചെയ്യാം? അതിന് ഒരൊറ്റ വഴിയുള്ളൂ ടു ഫിക്സ് ദി ഇൻസുലിൻ സ്പൈക്ക് പ്രോബ്ലം. ആൻഡ് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവുന്ന 2 ടൈപ്സ് ഓഫ് ഇൻസുലിൻ സ്പൈക്സ് കാരണമാണ്. ഫസ്റ്റ് വൺ ഫാസ്റ്റ് ഇൻസുലിൻ സ്പൈക്ക് ആൻഡ് സെക്കൻഡ് വൺ കണ്ടിന്യൂസ് ഇൻസുലിൻ സ്പൈക്സ്. അപ്പോൾ ഈ ഫാസ്റ്റ് ഇൻസുലിൻ സ്പൈക്ക് എങ്ങനെ ഉണ്ടാവുന്നതെന്നും അതിനെ എങ്ങനെ ഫിക്സ് ചെയ്യാമെന്നും അതിൻ്റെ ഹീലിംഗ് റൂട്ടീൻ എന്താണെന്നും നെക്സ്റ്റ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഹാപ്പി ഹീലിംഗ്.